ഹായ്, ഫൈനലി ഞാൻ എൻ്റെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിൽ വന്നു. യു ഗൈസ് ഡോണ്ട് നോ ഹൗ മച്ച് റിലീവ്ഡ് ഐ ആം. ഞാൻ റിലേറ്റീവ്സിൻ്റെ കൂടെ ആയിരുന്നു നിന്നത്. ഐ എൻജോയ്ഡ് ഇറ്റ്. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. പിള്ളേരുടെ കൂടെ കിടന്ന് കളിക്കുകയായിരുന്നു. ലൈക്ക് യുനോ ട്രാംപലീനിൽ കയറുക, പിന്നെ വാട്ടർ ഫൈറ്റ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇറ്റ് വാസ് ഫൺ. ഐ എം നോട്ട് സെയിങ് ഇറ്റ് വാസ് നോട്ട്. പക്ഷേ അതെന്തോരം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ഒരു അടുക്കൻ ചിട്ട എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ബാഗിൽ നിന്ന് ഓരോ സാധനം എടുക്കുമ്പോഴും ഭയങ്കര സൂക്ഷിച്ചായിരുന്നു എടുത്തോണ്ടിരുന്നത്. ലൈക്ക് ഒന്നെടുക്കുമ്പോൾ മറ്റേത് പോകും. യുനോ ലൈക്ക് ബാഗ് കംപ്ലീറ്റ് ആയിട്ട് തുറക്കാണ്ട് സാധനങ്ങളൊന്നും എവിടാന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു കുറച്ച് ദിവസത്തേക്ക്, 2 ആഴ്ചത്തേക്ക്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, എൻ്റേതായിട്ടുള്ള റൂട്ടീനിൽ പോകുന്നു, ഞാൻ തന്നെ കുക്ക് ചെയ്യുന്നു, യുനോ ലൈക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെറിയൊരു നിർബന്ധമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ വെച്ചാൽ പറഞ്ഞു നിർത്തിയത് എനിക്ക് ഓർമ്മയില്ല. ഇന്ന് രാവിലെ തൊട്ടേ യുനോ ലൈക്ക് ഇന്നിപ്പോൾ ഞാൻ മൂവ് ചെയ്യും എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തപ്പോൾ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ പോയപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെറിയ യുനോ ലൈക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഭയങ്കര റിലീഫ് തോന്നിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പിള്ളേരുടെ ബഹളം, അത് ഇത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും കംപ്ലീറ്റ് സൈലൻസ്. അപ്പം ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറയുമായിരുന്നു, ഭയങ്കര സൈലൻ്റ് ആണ് ഇവിടെ. അപ്പം നമ്മൾ ഒത്തിരി ബഹളത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയം പിടിക്കും. പക്ഷെ എന്നാലും യുനോ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമ്മൾ കുറേ സാധനങ്ങൾ ഒൻറ്റാരിയോയിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു സ്ഥലത്തോട്ട് വന്നു, ആൽബർട്ടയ്ക്ക് വന്നു. അതൊരു ട്രാൻസിഷനാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. എവറിത്തിങ് ടേക്സ് ടൈം അല്ലേ? എല്ലാം സമയം എടുത്ത് പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും പറ്റത്തില്ല. നമ്മൾ ആ അറ്റ്മോസ്ഫിയറായിട്ട് ആൾക്കാരുമായിട്ടെല്ലാം മിങ്കിൾ ചെയ്യാനും സ്ഥലവുമായിട്ട് അഡ്ജസ്റ്റ് ആവാനും ഒത്തിരി സമയം പിടിക്കും. ആൻഡ് ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസിൽ, 2 ആഴ്ചത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് ലണ്ടനെക്കാട്ടും ഭയങ്കര ക്വയറ്റാണ് ആൽബർട്ട. ലണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിലൊക്കെ മുക്കിനും മൂലിക്കും ആൾക്കാരാണ്. എല്ലായിടത്തും സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഫാമിലിയോ ആരിലൊക്കെ കാണും, റോഡിലും എല്ലായിടത്തും കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കാണുന്നത് ഭയങ്കര റെയറാണ്. ഐ ഡോണ്ട് നോ, ലൈക്ക് ക്വയറ്റ് പ്ലേസ് ആണ് ആൽബർട്ട. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ ഐ ഗെസ്. എന്ന് വെച്ചിട്ട് ടൊറൻറ്റോ പോലെ ബിസി ആയിട്ടുള്ളൊരു സ്ഥലം എനിക്കിഷ്ടമല്ല. ഒത്തിരി ബിസി ആയിട്ടുള്ള സ്ഥലവും എനിക്കിഷ്ടമല്ല. പക്ഷെ ഒത്തിരി ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലവും എനിക്കിഷ്ടമല്ല. എനിവേസ്, എന്തായാലും ഞാൻ വലിച്ച് നീട്ടി ലാഗ് അടുപ്പിച്ച് നശിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വന്നു. ഇപ്പം തൽക്കാലത്തേക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് വാൾമാർട്ടിലും ഡോൾഡ്രാമയിലും ഒക്കെ പോയി കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കുക. പിന്നെ എൻ്റെ ലഗേജ് 2 തുറക്കുക, ക്ലോത്ത്സ് ഹാങ് ചെയ്യുക. അതാണ് മെയിൻ ഐറ്റം. പിന്നെ ഗ്രോസറി ഞാൻ ഇൻസ്റ്റാകാർട്ട് ചെയ്തു. ആക്ച്വലി ഇൻസ്റ്റാകാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസറി ഷോപ്പിംഗ് ആണ്. ബേസിക്കലി അല്ലെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഊബർ ഈറ്റ്സ് പോലെയാണ് നമ്മൾ ഇൻസ്റ്റാകാർട്ട്. അപ്പം ഞാൻ ഇൻസ്റ്റാകാർട്ടിൽ കുറേ ഗ്രോസറി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓൺ ദ വേ. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി.
പില്ലോ കവർ ഞാൻ 2 എണ്ണം കൊണ്ടുവന്നായിരുന്നു. എനിക്കിപ്പോൾ തൽക്കാലം ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ. ഒരെണ്ണം ബാഗിൽ എവിടെയോ ഉണ്ട്, ലഗേജിൻ്റെ അകത്ത് എവിടെയോ ഉണ്ട്. അതെനിക്ക് തപ്പിയെടുക്കണേ ഇനി. സോ തൽക്കാലം നമ്മൾ ഒന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയൊരു സാധനം എന്ന് പറഞ്ഞാൽ നൈറ്റ് ലാമ്പ് പോലെ എന്തെങ്കിലും വാങ്ങിക്കണം. ലൈക്ക് നമ്മുടെ ഈ കുഞ്ഞ് നൈറ്റ് ലാമ്പില്ലേ, ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്ന അതും. പിന്നെ എനിക്കൊരു ഫാനും വാങ്ങിക്കണം. കാര്യം ഇറ്റ്സ് സോ ഫ്രീക്വന്റ് ക്വയറ്റ് ഓവർ ഹിയർ. പിന്നെ അത്യാവശ്യം നല്ല ചൂട് തോന്നുന്നുണ്ട്. ഒരു ഫാനും കൂടി ഉണ്ടെങ്കിലേ മൊത്തത്തിലൊരു ബാലൻസ് ആണ്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ജോലിക്ക് പോകാനുള്ള ചെറിയൊരു അടുക്കി പറക്കലാട്ടോ. ഹാങ്ങർ തീർന്നു പോയി, അതാണ് മെയിൻ റീസൺ. 2 സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 2-3 സെറ്റും കൂടെ വാങ്ങിക്കണം, എന്നാലേ എല്ലാം കൂടെ ഹാങ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ തൽക്കാലം ജോലിക്ക് കൊണ്ടുപോകുന്ന പിന്നെ വീട്ടിലിടുന്ന അങ്ങനത്തെ ജസ്റ്റ് ഒരാഴ്ചത്തേക്ക് ഒപ്പിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും പുറത്ത്. ഇനി ജസ്റ്റ് ക്ലോത്ത്സ് മാത്രമേ ഉള്ളൂ ഈ 2 പെട്ടിക്കകത്ത് ഇപ്പോൾ, 3 പെട്ടിക്കകത്ത് ഇപ്പോൾ. ഇന്ന് ഞാൻ ഇവിടെ കൂടെ നിർത്തുകയാണ്. ബാക്കി പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ എന്തായാലും നാളെ ബാക്കി ചെയ്യുമ്പോൾ. അപ്പം ഭയങ്കര ചൂടായതുകൊണ്ടേ ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ എനിക്ക് കുളിക്കാണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു സിറ്റുവേഷനായി. അപ്പോൾ ഇന്നത്തേക്ക് സൈനിങ് ഓഫ്.